കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തിനായി കോൺഗ്രസിനുള്ളിൽ വടംവലി. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ അരഡസൻ നേതാക്കളാണ് രംഗത്തുള്ളത്. കെ.പി.സി.സി പുനഃസംഘടനാ ചർച്ചകൾക്കായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലെത്തി. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, കെ.സി. വേണുഗോപാൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. കെ.പി.സി.സി, ഡി.സി.സി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാമുഖ്യം നൽകാനാണ് നീക്കം. യുവമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കെ.പി.സി.സി പുനഃസംഘടിപ്പിക്കാനാണ് നീക്കം. മന്ത്രിസഭയിൽ പുതുമുഖങ്ങളെയും യുവാക്കളെയും ഉൾപ്പെടുത്തിയ അതേ മാതൃക പിന്തുടരാനാണ് ആലോചന. പരമാവധി 55 വയസ്സിനകത്തുള്ളവരെ തലപ്പത്തേക്കെത്തിക്കാനാണ് നീക്കം. എന്നാൽ അരഡസനോളം നേതാക്കളാണ് അധ്യക്ഷ കുപ്പായം തുന്നി കാത്തിരിക്കുന്നത്. ബെന്നി ബെഹനാനായി എ ഗ്രൂപ്പ്, മാത്യു കുഴൽനാടനായി കെ.സി. വിഭാഗം, ജോസഫ് വാഴക്കനായി രമേശ് ചെന്നിത്തല, ദേശീയ നേതൃത്വത്തെ കണ്ട് അവകാശവാദം ഉന്നയിച്ച് എം.പിമാരായ കൊടിക്കുന്നിൽ സുരേഷും അടൂർ പ്രകാശും. പുതിയ നേതൃത്വം വരുന്നതിനെ പിന്തുണയ്ക്കുകയാണ് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. രണ്ടും കൂടെ ഒരാൾ ചുമതല വഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നതാണ് കൂടുതൽ നല്ലത്. പാർട്ടി നേതൃത്വം ഉചിതമായ ചർച്ചകൾ നടത്തിയ നല്ലത്. അവർ ചർച്ച ആരംഭിച്ചിട്ടില്ല. താനൊരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ഒരു ക്ലെയിമും വെച്ചിട്ടില്ല. പാർലമെന്റ് കമ്മിറ്റിക്ക് വന്നതാണ്, അത് ക്ലെയിം വയ്ക്കാനല്ല വന്നത്, ഒരു ക്ലെയിമും വെച്ചിട്ടില്ല. കെ.പി.സി.സി, ഡി.സി.സി പുനഃസംഘടനാ ചർച്ചകൾക്കായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലെത്തി. എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എന്നിവരുമായി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയതിനു ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച നന്ദി സൂചകമെന്ന് ഔദ്യോഗിക വിശദീകരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.